2026 തുടക്കത്തിലും നമ്മൾ തൂക്കി, ചേട്ടൻ തൂക്കി, സഞ്ജു സാംസൺ തൂക്കി. 2 വർഷത്തിന് ശേഷമാണ് ലിസ്റ്റ് ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ കളിക്കാനിറങ്ങുന്നത്. വിജയ ഹസാരെ ട്രോഫി ക്രിക്കറ്റിൽ. ആഭ്യന്തര ക്രിക്കറ്റ് അല്ലേ എന്ന് കരുതി നെറ്റിച്ചുളിക്കേണ്ട. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും KL രാഹുലും മുഹമ്മദ് ഷമിയും മുഹമ്മദ് സിറാജും അടക്കം ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻപുലികളും യുവതാരങ്ങളും അടക്കം എല്ലാവരും കളിക്കാനുണ്ട് ഈ സീസണിൽ. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയ്ക്കും അതിനുശേഷം നടക്കുന്ന ലോകകപ്പിനുമുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച താരങ്ങൾക്ക് ഇളവുണ്ട്. 2 മത്സരം കളിച്ചാൽ മതിയാകും. അങ്ങനെ എലൈറ്റ് ഗ്രൂപ്പിൽ കേരളം 4 കളി കളിച്ചു. രാജസ്ഥാനെതിരെയും ത്രിപുരയ്ക്കെതിരെയും ജയിച്ചു. കർണാടകയോടും മധ്യപ്രദേശിനോടും തോറ്റു. 5ാം മത്സരത്തിലാണ് സഞ്ജു കളിക്കാനെത്തുന്നത്. അഹമ്മദാബാദിലെ റെയിൽവേസ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ എതിരാളികളായി എത്തിയത് ജാർഖണ്ഡ്. മുഷ്താഖ് അലി ചാമ്പ്യന്മാരായ ഇഷാൻ കിഷന്റെ ജാർഖണ്ഡ്. ആദ്യം ബാറ്റ് ചെയ്ത ജാർഖണ്ഡ് 7 വിക്കറ്റിന് 311 റൺസ് എടുത്തു. വമ്പൻ ലക്ഷ്യത്തിലേക്ക് കേരളത്തെ ക്യാപ്റ്റൻ രോഹൻ കുന്നുമലും സഞ്ജു സാംസണും നയിച്ചു. രോഹൻ 78 പന്തിൽ 8 ബൗണ്ടറിയും 11 സിക്സറും സഹിതം 124 റൺസ് എടുത്തു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏകദിനത്തിൽ കളിച്ച സഞ്ജു 95 പന്തിൽ 101 റൺസ് എടുത്തു. 9 ബൗണ്ടറിയും 3 സിക്സറും. 1ാം വിക്കറ്റിൽ രോഹനൊപ്പം 212 റൺസിന്റെ കൂട്ടുകെട്ട്. മുഷ്താഖ് അലി ചാമ്പ്യന്മാരുടെ 312 7 ഓവർ ബാക്കി നിർത്തി കേരളം മറികടന്നു. കുറച്ചുനാളായി 2020 സർക്കിളിൽ മാത്രം കേട്ട സഞ്ജു സാംസന്റെ മറ്റൊരു അണ്ടർ റേറ്റഡ് പെർഫോമൻസ്. നേരത്തെ പറഞ്ഞില്ലേ 2 വർഷത്തിന് ശേഷമാണ് സഞ്ജു ലിസ്റ്റ് മാച്ച് കളിക്കുന്നതെന്ന്. അവസാനം കളിച്ചത് 2023 ഡിസംബർ 21 ദക്ഷിണാഫ്രിക്കയിലെ പാൾ സ്റ്റേഡിയത്തിൽ നടന്ന 3ാം ഏകദിനം. 1-1 എന്ന നിലയിലായിരുന്നു പരമ്പര. ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഓപ്പണർമാരായ രജത് പട്ടിദാറും സായ് സുദർശനും 7 ഓവറിൽ 49 റൺസ് എടുത്തപ്പോഴേക്കും പുറത്തായി. 1 ഡൗണായി എത്തിയത് സഞ്ജു സാംസൺ. ഒരറ്റത്ത് നിന്ന് സഞ്ജു ടീമിനെ മുന്നോട്ട് നയിച്ചു. ക്യാപ്റ്റൻ KL രാഹുൽ ഇതിനിടെ വന്ന് 21 റൺസ് എടുത്ത് പുറത്തായി. തിലക് വർമ്മ അർദ്ധ സെഞ്ചുറി നേടി സഞ്ജുവിന് നല്ല കൂട്ടായി. റിങ്കു സിംഗുമൊത്തും സഞ്ജു കൂട്ടുകെട്ടുണ്ടാക്കി. 8ാം ഓവറിൽ ക്രീസിലെത്തിയ സഞ്ജു 46ാം ഓവറിലാണ് മടങ്ങുന്നത്. ഇന്ത്യൻ സ്കോർ അപ്പോൾ 246 റൺസിലെത്തിയിരുന്നു. സഞ്ജു സാംസന്റെ വ്യക്തിഗത സ്കോർ 108 റൺസും. കന്നി ഏകദിന സെഞ്ചുറി. 114 പന്ത്, 6 ബൗണ്ടറി, 3 സിക്സറുകൾ. സഞ്ജു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പാദ്യം 77 പന്തിൽ 52 റൺസ് എടുത്ത തിലക് വർമ്മയുടേതായിരുന്നു. റിങ്കുവിന്റെ ഒരു കാമിയോയും ഒഴിച്ചാൽ വലിയ സ്കോറൊന്നും മറ്റാരും നേടിയില്ല. ഇന്ത്യയുടെ 297 റൺസ് ലക്ഷ്യം തേടിയിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 218 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യ അന്ന് 78 റൺസിന് ജയിച്ചു. പരമ്പരയും സ്വന്തമാക്കി. സഞ്ജു കളിയിലെ താരമായി. അതുതന്നെയായിരുന്നു സഞ്ജുവിന്റെ അവസാന അന്താരാഷ്ട്ര ഏകദിന മത്സരവും. അവസാനം കളിച്ച കളിയിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി സെഞ്ചുറി അടിച്ച താരം പിന്നീട് ആ ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല എന്ന്. ഏകദിന ടീമിലേക്കും താൻ ഫിറ്റാണെന്ന് സെലക്ടർമാരോട് ബാറ്റ് കൊണ്ട് പറയുകയാണ് സഞ്ജു. അദ്ദേഹത്തിന്റെ ഏകദിന കരിയർ നോക്കിയാൽ 16 മത്സരം, 14 ഇന്നിംഗ്സ്, 510 റൺസ്, ഉയർന്ന സ്കോർ 108, ശരാശരി 56.7, സ്ട്രൈക്ക് റേറ്റ് 99.6, 1 സെഞ്ചുറി, 3 അർദ്ധ സെഞ്ചുറി, 34 ബൗണ്ടറികൾ, 22 സിക്സറുകൾ. പരമാവധി തഴയാൻ നോക്കിയിട്ടും കളി മികവ് കൊണ്ട് തന്റെ സ്ഥാനം ഉറപ്പിച്ച് ഇപ്പോൾ ലോകകപ്പ് സ്ക്വാഡിലേക്കുള്ള ടീമിൽ വരെ സഞ്ജു ഇടം പിടിച്ചിട്ടുണ്ട്. അതും BCCIയുടെ മാനസപുത്രനെ വെട്ടിക്കൊണ്ട്. പ്രിയപ്പെട്ട സെലക്ടർമാരെ, ഇനി ഏകദിനമാണ്. നിങ്ങൾ പരമാവധി തഴയാൻ നോക്കിക്കോളൂ. സഞ്ജു പ്രകടനം കൊണ്ട് ഉയർന്നു വരും. ഫെബ്രുവരിയിൽ 2020 ലോകകപ്പ്, പിന്നെ ചെന്നൈയുടെ കുപ്പായത്തിൽ IPL. 2026 സഞ്ജുവിൻ്റെ വർഷമാകട്ടെ. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല.